നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചൈനീസ് പോർ വിമാനങ്ങൾ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നു. എപ്പോൾ വേണമെങ്കിലും ചൈന ആക്രമിക്കുമെന്ന ഭയപ്പാടിൽ കഴിയുന്ന കുറച്ച് രാജ്യങ്ങളുണ്ട്. ചൈന ആക്രമിക്കാൻ തുനിയുമ്പോഴേക്ക് അമേരിക്കൻ പടക്കപ്പൽ പാഞ്ഞെത്തും. അതാണ് ഈ രാജ്യങ്ങളുടെ ആശ്വാസം. ഇപ്പോൾ സ്വയം പോരാടാൻ കരുത്തുകൂട്ടുകയാണ് ഈ രാജ്യങ്ങൾ. ഇന്തോനേഷ്യ, തായ്ലൻഡ്, മലേഷ്യ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യൻ കരുത്തിൽ പിറന്ന ബ്രഹ്മോസ് സ്വന്തമാക്കാൻ തയ്യാറെടുക്കുന്നു. ചൈനയുടെ ആക്രമണ ഭീഷണി നേരിടുന്ന ഫിലിപ്പീൻസിന് ഇന്ത്യ മിസൈൽ നൽകി. ബ്രഹ്മോസിന് വേണ്ടി രാജ്യങ്ങൾ ക്യൂ നിൽക്കുന്നതോടെ ചൈനയ്ക്ക് കിളിപോയി നിൽക്കുകയാണ്. ആയുധക്കരുത്തിലും ഇന്ത്യ ശക്തരാകുന്നത് ചൈനയെ ചൊടിപ്പിക്കുന്നു. ബ്രഹ്മോസിന് പ്രിയം കൂടുന്നത് ഇന്ത്യക്ക് വലിയ നേട്ടവുമാണ്. അന്താരാഷ്ട്ര തലത്തിൽ ബ്രഹ്മോസിനെ കുറിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഇത് ബ്രഹ്മോസിന് വലിയ പ്രമോഷനാകുകയാണ്. പണ്ട് ആയുധ ഇറക്കുമതിയിൽ മുൻപന്തിയിലായിരുന്നു ഇന്ത്യ. എന്നാൽ ഇന്ന് ആയുധ നിർമ്മാണത്തിലും സ്വയം പര്യാപ്തരാകുകയാണ്. ആയുധ കയറ്റുമതിയിലും ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ആയുധ നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ തീരുമാനം. ആയുധ നിർമ്മാണത്തിൽ ഇന്ത്യ കരുത്തുകൂട്ടുന്നത് ചൈനയെയും പാകിസ്ഥാനെയും ചൊടിപ്പിക്കുന്നു. പാകിസ്ഥാൻ ഇപ്പോഴും ചൈനയുടെ സെക്കൻഡ് ഹാൻഡ് തുരുമ്പെടുത്ത ആയുധങ്ങളും മറ്റുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോഴാണ് ഇന്ത്യ കുതിക്കുന്നത്. ഏറെ പേടിയോടെയാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ ഈ നേട്ടങ്ങളെ നോക്കിക്കാണുന്നത്. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച എഞ്ചിനുള്ള ദീർഘദൂര ക്രൂസ് മിസൈൽ പരീക്ഷണത്തിന്റെ വിജയം ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് ഒരു പൊൻതൂവൽ കൂടി സമ്മാനിച്ചിരിക്കുകയാണ്. ഇതിനു മുൻപ് റഷ്യയുടെ സഹകരണത്തോടെ വികസിപ്പിച്ച എഞ്ചിനുകളാണ് ക്രൂസ് മിസൈലുകളിൽ ഉപയോഗിച്ചിരുന്നത്. ഇതാദ്യമായാണ് പൂർണ്ണമായും ഇന്ത്യ വികസിപ്പിച്ച എഞ്ചിൻ ഉപയോഗിച്ചത്. മിസൈൽ മേഖലയിൽ പരാശ്രയം കൂടാതെ ഇന്ത്യക്ക് തനിയെ മുന്നേറാനാകുമെന്ന് തെളിയിക്കുന്നതുകൂടിയാണ് ഒഡീഷയിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്ന് തൊടുത്തുവിട്ട മിസൈലിന്റെ പരീക്ഷണ വിജയം. പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ബംഗളൂരുവിലെ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് വികസിപ്പിച്ചതാണ് എഞ്ചിൻ. പരീക്ഷണ വിജയം നേടിയ മിസൈലിന് 1000 കിലോമീറ്റർ റേഞ്ച് ഉണ്ടെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ പ്രതിരോധ വകുപ്പ് പല കാരണങ്ങളാൽ വെളിപ്പെടുത്താറില്ല. റഷ്യയുടെ സാറ്റേൺ എഞ്ചിനുള്ള സബ്സോണിക് ക്രൂസ് മിസൈൽ ഗണത്തിലുള്ളതാണ് പുതിയ മിസൈൽ. റഷ്യൻ എഞ്ചിന് പകരം തദ്ദേശീയമായി നിർമ്മിച്ച മണിക്ടർ ബോഫാൻ എന്ന എഞ്ചിനാണ് പുതിയ പരീക്ഷണത്തിന് ഉപയോഗിച്ചത്. ഈ മിസൈൽ കരാർ പ്രകാരം മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കാൻ ഇന്ത്യക്ക് ഇനി ആരുടെയും അനുമതി ആവശ്യമില്ല. മിസൈൽ രംഗത്ത് കോടികൾ വരുമാനമുണ്ടാക്കാനുള്ള കച്ചവട സാധ്യത കൂടിയാണ് ഈ പരീക്ഷണ വിജയം തുറന്നിടുന്നത്. കടലിന് മീതെ താഴ്ന്നു പറന്ന് കൃത്യമായ പാതയിലൂടെ മിസൈൽ ലക്ഷ്യസ്ഥാനത്തെത്തിയതോടെയാണ് പരീക്ഷണം വിജയകരമായത്. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കരയിലും കടലിലും നിന്ന് പ്രയോഗിക്കാവുന്ന 1000-1500 കിലോമീറ്റർ റേഞ്ചുള്ള ദീർഘദൂര മിസൈലിന്റെ മുന്നോടിയാണ് പുതിയ മിസൈൽ. ഇത് 3 സേനകളുടെയും ഇന്റഗ്രേറ്റഡ് റോക്കറ്റ് ഫോഴ്സിന്റെ ഭാഗമായി മാറും. പരമ്പരാഗത ക്രൂസ്, ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് റോക്കറ്റ് ഫോഴ്സ്. പ്രധാനമായും ചൈനയുമായി തുടരുന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ റോക്കറ്റ് ഫോഴ്സിന് രൂപം നൽകുന്നത്. ഇതോടൊപ്പം ഇന്ത്യൻ പ്രതിരോധ സേന മറ്റൊരു ചരിത്രം കൂടി കുറിച്ചിരിക്കുന്ന സന്ദർഭമാണിത്. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈലിന്റെ ആദ്യ ബാച്ച് ഫിലിപ്പീൻസിന് കൈമാറിക്കൊണ്ടാണ് പുതിയ ചരിത്രം കുറിച്ചിരിക്കുന്നത്. 2022 ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച $37.5 കോടി കരാറിന്റെ ഭാഗമായിട്ടാണ് ഈ കൈമാറ്റം. ഇതാദ്യമായാണ് ഇന്ത്യ മറ്റൊരു രാജ്യത്തിന് ബ്രഹ്മോസ് മിസൈൽ കൈമാറുന്നത്. ചൈനയുടെ ആക്രമണ ഭീഷണി നേരിടുന്ന ഫിലിപ്പീൻസിനാണ് മിസൈൽ ഇന്ത്യ നൽകി എന്നത് പ്രത്യേക പ്രതിരോധ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്ന നടപടിയായാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ചൈനയിൽ നിന്നുള്ള ഭീഷണി തടയുന്നതിനാകും ഫിലിപ്പീൻസ് സമുദ്ര തീരങ്ങളിൽ ഈ മിസൈലുകൾ വിന്യസിക്കുക. ചൈനീസ് ഭീഷണിയുടെ നിഴലിലുള്ള ഇന്തോനേഷ്യ, തായ്ലൻഡ്, മലേഷ്യ, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളും ബ്രഹ്മോസ് സ്വന്തമാക്കാൻ ഇന്ത്യയുമായി ചർച്ചകൾ നടത്തുന്നുണ്ട്. പ്രതിരോധ മേഖലയിൽ ഉപയോഗിക്കാവുന്ന സുപ്രധാന ആയുധങ്ങളെല്ലാം മുൻകാലങ്ങളിൽ ഇന്ത്യ വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇന്ത്യൻ പ്രതിരോധ ബഡ്ജറ്റിന്റെ ഭീമമായ ഒരു ഭാഗം ഇതിനായി ചെലവഴിച്ചു വന്നിരുന്നതിൽ അടുത്ത കാലത്തായാണ് മാറ്റം വന്നു തുടങ്ങിയത്. യുദ്ധോപകരണങ്ങൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുകയും ആവശ്യക്കാരായ രാജ്യങ്ങൾക്ക് വേണ്ടി കയറ്റുമതി ചെയ്യുകയും ചെയ്യുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ്.
ഇപ്പോൾ നടന്ന ബ്രഹ്മോസ് മിസൈലിന്റെ കൈമാറ്റം ആഗോള കയറ്റുമതി മേഖലയിൽ വർദ്ധിച്ചുവരുന്ന ഇന്ത്യയുടെ പ്രാധാന്യത്തിന് അടിവരയിടുന്ന നടപടിയാണ്. എന്തായാലും ചൈനയ്ക്ക് ഇനി കുറച്ചധികം പൊള്ളും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.